ഇന്ന് ഒരു ഞായറാഴ്ച ദിവസമായിട്ട് നമ്മൾ രാജ്ഘട്ടിലേക്കും ഇന്ദിരാഗാന്ധി മ്യൂസിയത്തിലോട്ടും പോലെ ഒരുങ്ങിയിരിക്കുകയാണ്. ഇപ്പം നമ്മൾ പുതിയ വീട്ടിൽ ഇപ്പം നമ്മളിതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫാത്തിമയും ജുമാനൊക്കെ കൂടിയിട്ട് ഞാൻ ഹോം ടൂർ വേറെ തന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഒരു ഹന്നൻ്റെ ഒരു പ്ലാനാണ്. ഹന്ന പുതിയ കണ്ണാടി ഇതാണ് നമ്മളിങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ലൈറ്റിംഗ് ഒക്കെ വന്ന് ഇങ്ങനെ ഉണ്ടാവുക. ഊബറിലാണ് പോയി ഉദ്ദേശിക്കുന്നത്. എത്ര രൂപ വന്നിട്ടുള്ളത് ജുമാന? 157 ആണ്. 187 ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ മ്യൂസിയത്തിലോട്ടാണ് ആദ്യത്തെ നമ്മുടെ നമുക്ക് ഹുമയൂൺ ടോംബ് കാണാം. അവിടേക്ക് നമ്മൾ പോയതാണ്, പക്ഷെ വ്ളോഗ് എടുത്തിട്ടില്ല. ഇവിടെ ഒരാൾ സ്നാപ്പ് എടുക്കാണ്. എല്ലാവരും റെഡിയായി പോവാ. ഇത്ര നേരമായിട്ട് നമുക്കൊരു ഊബർ കിട്ടിയിട്ടില്ല. നമ്മൾ ഊബറിനുള്ള തിരച്ചിലാണ്. നമ്മളിത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ ഇറങ്ങുന്നതിന് കുറച്ച് മുമ്പ് തന്നെ നമ്മൾ ബുക്ക് ചെയ്യണം. ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഇത് നോക്കുന്നുണ്ട്. അയാൾ ചിലപ്പോൾ ഫോണ് തട്ടിപ്പറിക്കാനൊരു സാധ്യത ഉണ്ടായിരുന്നു. കണ്ട മനുഷ്യന്മാർ. സമയം 2:15. ഇനി നമ്മളിവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല. നമ്മൾ പ്ലാൻ അനുസരിച്ച് 2 മണിക്കാണ്. കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് ഊബർ വന്നില്ല. കാരണം നമ്മൾ കുറച്ച് ഉള്ളിലേക്കാണ്. സോ നമ്മൾ ഓട്ടോ തന്നെ എടുത്ത് പറഞ്ഞിട്ടുള്ളത് 200 റുപ്പീസാണ്. അതായത് 200 രൂപയാണ് പറഞ്ഞിട്ടുള്ളത്. മൂപ്പരിക്ക് സ്ഥലം അറിയില്ല, നമ്മൾ തന്നെയാണ് മാപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. സോ നമ്മൾ മാപ്പ് നോക്കിയിട്ട് തന്നെ ഇങ്ങനെ പോവാണ് ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ മ്യൂസിയത്തിലോട്ട്. ട്രാഫിക് ഒക്കെ ഉണ്ട് ഡൽഹിയിൽ. പിന്നെ ഇവിടെ ട്രാഫിക്കിൽ നിൽക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുറേ ഭിക്ഷക്കാരുണ്ടാവും. അപ്പോൾ അവരിങ്ങനെ വന്ന് നമ്മുടെ ചോദിക്കും ഈ ട്രാഫിക് ടൈമിൽ. സോ അത് മാത്രമാണ് ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മളിങ്ങനെ പോകുന്നൊരു വഴിയാണിത്. ഇവിടെ നിന്ന് കുറച്ചധികം പോകലുണ്ട് കേട്ടോ. ആദ്യം പറഞ്ഞത് 250 രൂപയാണ്. നമ്മളിങ്ങനെ വിലപേശി 200 രൂപ പക്കാക്കിയതാണ്. ഇതിപ്പോൾ നമ്മുടെ മാസ്റ്റേഴ്സ് സെക്കൻഡ് ഇയർ ആണ്. പക്ഷെ നമ്മൾ ഇത്രയും കാലമായിട്ട് പോയിട്ടില്ല. വേറെ കുറേ സ്ഥലത്ത് പോയിട്ടുണ്ട്. നമ്മുടെ ഒരു ബക്കറ്റ് ലിസ്റ്റ് ആയിരുന്നു ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ. കുറച്ചധികം യാത്ര ചെയ്ത് നമ്മൾ അങ്ങനെ ഇന്ദിരാഗാന്ധി മെമ്മോറിയലോട്ട് എത്തിയിരിക്കുകയാണ്. മഴയൊന്നും ഇല്ലാത്തൊരു നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. മഴയാണെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിക്ക് ചടച്ചേനെ. പിന്നെ കുറച്ച് വ്യത്യസ്തമായിട്ട് ഡ്രസ്സ് ഇട്ട് കുറേ ആൾക്കാർ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. ഇതാണ് എൻട്രൻസ്. ഇനി നമുക്ക് ഉള്ളിലോട്ട് പോയി നോക്കാം. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പ്രത്യേകമായിട്ട് പിക്ക് പോക്കറ്റേഴ്സ് ഉണ്ട്, അവരെ ശ്രദ്ധിക്കണം എന്നുള്ളത്. പോക്കറ്റ് അടി നല്ല രീതിക്ക് ശ്രദ്ധിക്കണം. പിന്നെ നമുക്കൊരു ചെറിയ ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഉള്ളിലോട്ട് പോകണം. നല്ലൊരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് അല്ലേ. 4 പേര് ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് അല്ലേ? കുറെ കാലമായിട്ട് വരണമെന്ന് വിചാരിച്ചതാണ്. ആണ് കയറിയത് നമുക്ക് ഇങ്ങനത്തെ ഒരു എൻട്രൻസ് കാണാം. പിന്നെ മ്യൂസിയം എന്ന് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണത്തിന് ശേഷമാണ് ഇവിടെ ഇന്ദിരാഗാന്ധി താമസിക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അവർ പ്രൈം മിനിസ്റ്റർ ആയതെപ്പോൾ, പിന്നെയും പ്രൈം മിനിസ്റ്റർ ആയതെപ്പോൾ, അങ്ങനത്തെ കുറച്ച് ഇൻഫർമേഷൻ നിങ്ങൾക്ക് വായിച്ചെന്ന് മനസ്സിലാവും. നമ്മളെ കയറിയാൽ തന്നെ അവിടെ ഒരു ഡോർ ഉണ്ട്. അതിങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് സ്ട്രെയിറ്റ് നോക്കിയാൽ ഒരു ഫോട്ടോ ഫ്രെയിം ഉണ്ട്. പിന്നെ പറയുന്നത് ഇന്ദിരാഗാന്ധി, ഭർത്താവ് ഫിറോസ് ഗാന്ധി, അതുപോലെ തന്നെ മൂത്ത മകനായിട്ടുള്ള രാജീവ് ഗാന്ധി വീട്ടിലിരുന്നിട്ടുണ്ട്. രാജീവ് ഗാന്ധി പ്രൈം മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ തന്നെ 1985 വരെ വീട്ടിൽ നിന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ അങ്ങോട്ട് കയറി പോയതും കുറച്ച് ന്യൂസ് ക്ലിപ്സ് ഒക്കെ ഉണ്ട്. കാരണം അവരുടെ മരണത്തിനെ കുറിച്ചിട്ടുള്ളത്. പിന്നെ അവരുടെ ഓരോരോ ഫോട്ടോ ഫ്രെയിംസ് നല്ല വൃത്തിക്ക് നല്ല ഭംഗിയായിട്ടാട്ടോ ഈ ഒരു മ്യൂസിയം സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അവർ പബ്ലിക്കിനെ അഡ്രസ്സ് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ അവർ ലോകത്തു നിന്ന് പല സ്ഥലത്തു നിന്ന് സ്റ്റോൺസ് കളക്ട് ചെയ്തിട്ടുണ്ട്. അതും ഇങ്ങനെ വൃത്തിക്ക് അവരിങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ അവർക്ക് ചെയ്ത ഒരു മോഡൽസ് ആ കാര്യങ്ങളൊക്കെ അതും എടുത്തു വെച്ചിട്ടുണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടാവും എന്ന് വിചാരിച്ചു. പക്ഷെ അതൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. നല്ല സമാധാനത്തോടെ തന്നെ എല്ലാം നോക്കാൻ പറ്റി. പിന്നെ എൻട്രി ഫീസ് വന്നിട്ട് ഫ്രീ ആണ്. പിന്നെ ഇന്ദിരാഗാന്ധീൻ്റെ കുറച്ച് അവാർഡ്സ്, അവർക്ക് കിട്ടിയ മെഡൽസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള അവാർഡ്സ്. കുറച്ചധികം സമയമെടുത്ത് തന്നെ നിന്ന് നോക്കി വായിച്ച് മനസ്സിലാക്കാൻ തന്നെയുണ്ട്. ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ നോക്കിയാലൊന്നും മനസ്സിലാവില്ല. പക്ഷെ എങ്കിൽ പോലും എനിക്ക് കഴിയുന്ന രീതിക്ക് ഞാനതൊക്കെ റെക്കോർഡ് ചെയ്ത് നിങ്ങളിലോട്ട് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് സ്ട്രെയിറ്റ് നടന്നാൽ ഇന്ദിരാഗാന്ധിയുടെ പൊളിറ്റിക്കൽ കരിയർ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഉള്ളതിൽ വെച്ചിട്ട് എനിക്ക് കുറച്ചും കൂടി നല്ല വൈഡ് ആയിട്ടുള്ളൊരു ഹാള്, ഒരു വലിയ ഹാള് എനിക്കിതാ തോന്നിയത്. അതിൽ ന്യൂസ് ക്ലിപ്പിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവർ ഓരോ ആൾക്കാരെ കണ്ടതിൻ്റെ ഫോട്ടോസ് കാണാൻ പറ്റും. മാതൃഭൂമി നേതാവ് ഇന്ദിര തന്നെ സത്യപ്രതിജ്ഞ ഇന്ന്, അങ്ങനെ ഓരോരോ ഇൻസിഡൻസ്, എല്ലാ കാര്യങ്ങളും, ഏത് വർഷമാണ് പ്രൈം മിനിസ്റ്റർ ആയത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വൃത്തിക്ക് ഇങ്ങനെ ഓർഡറായി കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല നീറ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതെനിക്കിഷ്ടമായി ഇവിടുത്തെ ഒരു ഇത്. പിന്നെ ആ ഒരു ഹാളിൻ്റെ സെൻറ്ററിൽ തന്നെ ഇന്ദിരാഗാന്ധി പ്രതിജ്ഞ ചെയ്തതിൻ്റെ ആ ഒരു ഒപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ജാനുവരി 24, 1966 ഞാൻ പ്രൈം മിനിസ്റ്ററായി. പിന്നെ അതുപോലെ തന്നെ ജാനുവരി 14, 1980 ഞാൻ പ്രൈം മിനിസ്റ്ററായി. രാഷ്ട്രപതി ഭവൻ ന്യൂഡൽഹി എന്നുള്ള കാര്യങ്ങൾ കൂടി അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് സ്ട്രെയിറ്റ് നടന്നാൽ ഇന്ദിരാഗാന്ധിക്ക് കളിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കുറച്ച് ടോയ്സ്, അല്ലെങ്കിൽ അവന് ഫ്രീ ടൈം അവരെങ്ങനെ സ്പെൻഡ് ചെയ്തതെന്നുള്ള
എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി തന്നെ പറയുന്നുണ്ട്, ഞാൻ മറ്റുള്ള ആൾക്കാരെ പോലെ ഇങ്ങനെ ഒറ്റപ്പെടൽ അനുഭവിച്ചിട്ടില്ല, കാരണം ആ ഒരു ടൈമിൽ ഞാൻ സന്തോഷമായിട്ട് ഇങ്ങനെ ഓരോ ഗെയിംസ് ഒക്കെ ഇൻവെന്റ് ചെയ്യായിരുന്നു എന്നുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞാൽ ബംഗ്ലാദേശത്തെ ഒരു ഫ്രീഡം ഓണർ ഇന്ദിരാഗാന്ധിക്ക് ലഭിച്ചത്, അതായത് ഷെയ്ഖ് ഹസീന എന്നുള്ളവർ കൊടുത്തിട്ടുള്ളത്. നമുക്കിപ്പോൾ ഈ അടുത്തായി വാർത്തയൊക്കെ അല്ലേ, ഓഗസ്റ്റ് 5 ഷെയ്ഖ് ഹസീന ഫോഴ്സായിട്ട് ആ ഒരു രാജ്യത്ത് നിന്ന് തന്നെ പോകേണ്ടി വന്നു ആൾക്കാരുടെ ഒരു പ്രൊട്ടസ്റ്റ് കാരണം, നിങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടാവും. പിന്നെ അങ്ങോട്ട് മുന്നോട്ട് നടന്നാൽ ഇന്ദിരാഗാന്ധിയുടെ ജീവിതത്തിൽ അവർക്ക് വളരെ പ്രധാനപ്പെട്ട കുറച്ച് സാധനങ്ങളുണ്ട്, അതൊക്കെയാണ് അവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ പുസ്തകങ്ങൾ എന്നുള്ളത് അവർക്ക് വളരെ പ്രിയമുള്ളതായിരുന്നു. മ്യൂസിയം കുറച്ചധികം നടന്ന് കാണാനുണ്ട്. നമ്മൾ വിചാരിക്കും ഇത്രയൊക്കെ ഉള്ളൂ കഴിഞ്ഞു, പക്ഷെ തുടങ്ങിയിട്ടേ ഉള്ളൂ. കുറച്ചധികം കാര്യങ്ങൾ നമ്മളിനി കാണാനും അറിയാനും മനസ്സിലാക്കാനും ഒക്കെ ഉണ്ട്. ഇനി നമുക്ക് മുന്നോട്ട് നടന്നു പോകാന്നുണ്ടെങ്കിൽ ഇന്ദിരാഗാന്ധിയെ ക്രിമിയേറ്റ് ചെയ്തിട്ടുള്ള, അതായത് ബോഡി ഇങ്ങനെ നമ്മൾ കത്തിക്കുമല്ലോ, അതിൻ്റെ ആ ഒരു ചാരം ഉണ്ടാവുമല്ലേ, അതിൻ്റെ ആ ഒരു ചെമ്പിൻ്റെ ആ ഒരു ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മുന്നോട്ട് പോയി നോക്കുകയാണെങ്കിൽ രാജീവ് ഗാന്ധി ജനങ്ങളോട് ഇന്ദിരാഗാന്ധിയുടെ മരണത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജാണ്. ഇന്ദിരാഗാന്ധി ഡൈഡ് ആസ് ഷീ ലിവ്ഡ് അൺഅഫ്രെയ്ഡ് വിത്ത് കറേജ് എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇന്ദിരാഗാന്ധി ആ ഒരു മരിച്ച ദിവസം ഇട്ട ഒരു സാരി എന്ന് പറയുന്നത്. സാരി, ചെരുപ്പ്, പിന്നെ അതുപോലെ തന്നെ ഒരു സൈഡ് ബാഗ്, ഇത്രയും കാര്യങ്ങളാണ്. നല്ലൊരു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗ്ലാസ്സിലാണ് വെച്ചിട്ടുള്ളത്. ഇനി കുറച്ച് മുന്നോട്ട് നടക്കാന്നുണ്ടെങ്കിൽ കുടുംബത്തോടൊപ്പം എടുത്ത ഫോട്ടോഗ്രാഫ്സ്, അതുപോലെ തന്നെ രാജീവ് ഗാന്ധിയുടെ കല്യാണ ഫോട്ടോ, അങ്ങനെയുള്ള കുറച്ച് ഫ്രെയിംസ് ഒക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മുന്നോട്ട് നടക്കുകയാണെങ്കിൽ കുറച്ചധികം ഫ്രെയിംസ് ഇന്ദിരാഗാന്ധിയുടെ ലൈഫിൽ വളരെ പ്രഷ്യസ് ആയിട്ടുള്ള, അവർ ചേർത്ത് പിടിക്കുന്ന കുറച്ചധികം മൊമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് ഇങ്ങനെ ഫോട്ടോ ഫ്രെയിംസ് ആയിട്ട് കുറച്ചധികം ഉണ്ടായിരുന്നു. പിന്നെ ഇതിൽ പറയുന്നത് ഈ ഒരു വസ്തുക്കളൊക്കെ ഇന്ദിരാഗാന്ധിയുടെ ലൈഫിൽ വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ചേർത്ത് പിടിച്ച കുറച്ച് വസ്തുക്കൾ. സ്റ്റേപ്ലർ ഉണ്ട്, വാച്ച്, കണ്ണാടി, പെന്ന്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് പേരക്കുട്ടി ആയിട്ടുള്ള പ്രിയങ്ക ആയിട്ടുള്ള ഒരു ഫോട്ടോ ആണ്. ഇന്ദിരാഗാന്ധിയുടെ ശരിക്കുള്ള പേര് എന്ന് പറയുന്നത് ഇന്ദിര പ്രിയദർശിനി എന്നുള്ളതാണ്. 1917 നവംബർ 19 അലഹാബാദിലെ അനന്ത് ഭവനിലാണ് ജനിച്ചിട്ടുള്ളത്. കുറച്ചധികം കാര്യങ്ങൾ നടന്ന് കാണാനുണ്ട് കേട്ടോ. ഇപ്പോൾ ഓരോ ഫോട്ടോ ഫ്രെയിമിനും ഓരോ കഥകൾ പറയാനുണ്ടാവും. അതൊക്കെ ഇങ്ങനെ എല്ലാം കാണിച്ച് പോകാന്നുള്ളത് എനിക്ക് പോസിബിൾ അല്ല. അപ്പോൾ കഴിയുന്നതൊക്കെ ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്ദിരാഗാന്ധി പറഞ്ഞതാണ് ദ വേൾഡ് വാസ് മൈ യൂണിവേഴ്സിറ്റി എന്നുള്ളത്, അതായത് ഈ ലോകം തന്നെയാണ് എൻ്റെ സർവകലാശാല എന്നുള്ളതാണ്. പിന്നെ കുറച്ച് മുന്നോട്ട് നടക്കുകയാണെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ കല്യാണ സാരി നമുക്ക് കാണാൻ പറ്റും. അതാ കാണുന്നതാണ് കല്യാണ ഫോട്ടോ. ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് 1942 മാർച്ച് 26 ഒരു വേദിക് സെറമണിക്ക് ഉണ്ടാക്കിയ ചില പാത്രങ്ങളാണ് അവിടെ വെച്ചിട്ടുള്ളത്. ഇതാ കല്യാണ ഫോട്ടോ, ഇന്ദിരാഗാന്ധിയും ഫിറോസ് ഗാന്ധിയുള്ള ഒരു ഫോട്ടോ ആണത്. പിന്നെ ജവഹർലാൽ നെഹ്റു അവിടെ നിൽക്കുന്നുണ്ട്. ഇനി കുറച്ച് മുന്നോട്ട് പോകാന്നുണ്ടെങ്കിൽ ഇന്ദിരാഗാന്ധിക്കായിട്ട് ഫിറോസ് ഗാന്ധി ഉണ്ടാക്കിയ ഒരു ബോക്സ് അതവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഇന്ദിരാഗാന്ധി ജയിലിലുള്ള ടൈമിൽ അവർ എഴുതിയ കവിതകളും എഴുത്തുകളും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഡ്രോയിങ്സ് കാര്യങ്ങളൊക്കെ അതും അവിടെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പുറത്തേക്ക് വരികയാണെങ്കിൽ പിന്നെ ഒരു ഗാർഡൻ ഉണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എൻട്രൻസ് കാണാം. ഇതിൽ കൂടെയാണ് നമ്മൾ വന്നിട്ടുള്ളത് അല്ലേ. പിന്നെ നമ്മൾ അവിടെ നിന്ന് സ്ട്രെയിറ്റ് നടക്കുകയെന്നുണ്ടെങ്കിൽ ഇന്ദിരാഗാന്ധിൻ്റെ ഡ്രസ്സിങ് റൂം കാണാം. നമുക്കങ്ങനെ ഉള്ളിൽ കയറുന്നതെന്ന് നോക്കാം, അങ്ങനെയൊന്നും പറ്റില്ല. ഒരു പ്രൊട്ടക്റ്റീവ് ഗ്ലാസ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ പുറത്ത് നിന്നിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ എങ്ങനെയാണ് ഇന്ദിരാഗാന്ധിൻ്റെ റൂം എങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് കാണാം അവിടെ ഒരു ചെയർ ഉണ്ട് ഇരുന്ന് ഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന. പിന്നെ ആ ഒരു വൈറ്റ് ക്ലോത്തും കൊണ്ട് കവർ ചെയ്തിട്ടില്ലേ, അത് മൊത്തം സാരിയാണ്. പിന്നെ ഇന്ദിരാഗാന്ധിയുടെ ചെരുപ്പ്,
ഒരു ഡ്രസ്സിങ് റൂമിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണോ അതൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ദിരാഗാന്ധി ഇന്ത്യയിൽ തന്നെ പല പല സ്ഥലങ്ങളിൽ നിന്ന് കൈകൊണ്ട് തന്നെ നെയ്ത സാരികളാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതാണ് അതാ കാണുന്നത്, ആ വൈറ്റ് ക്ലോത്ത് കൊണ്ട് കവർ ചെയ്തിട്ടുള്ളത്. നല്ല എസ്തെറ്റിക് സെൻസ് ഉണ്ട് അല്ലേ ഇന്ദിരാഗാന്ധിക്ക്. പിന്നെ അവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ നടക്കാന്നുണ്ടെങ്കിൽ സ്റ്റഡി റൂം. എൻ്റെയൊക്കെ സ്റ്റഡി റൂം എന്ന് പറഞ്ഞൊരു കുഞ്ഞ് ടേബിളും ചെയറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ലുക്ക് ഹൗ ബിഗ് ആൻഡ് വാസ്റ്റ്. കുറേ പുസ്തകങ്ങളൊക്കെ ഉള്ള, ദിവാനൊക്കെ ഉള്ള നല്ലൊരു വലിയൊരു സ്റ്റഡി റൂം തന്നെയാണുള്ളത്. പ്രൈം മിനിസ്റ്റർ അല്ലേ. പിന്നെ പുസ്തകങ്ങളൊക്കെ വായിക്കാൻ കുറേ ഇഷ്ടമുള്ളൊരു വ്യക്തി കൂടിയാണ് ഇന്ദിരാഗാന്ധി. ഹന്നയും ഒക്കെ ഇങ്ങനെ അന്തം വിട്ടിക്കുക, എനിക്കിതുപോലത്തെ വേണം, എനിക്കും ഇങ്ങനെ വീട് കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ കിട്ടുക എന്നൊക്കെയാണ് ഹന്ന അവിടെ നിന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ സ്കൂളിലത്തെ ലൈബ്രറി ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ. ഇനി അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് രാജീവ് സെക്ഷനിലോട്ടാണ്. അതായത് രാജീവ് ഗാന്ധി ഈ വീട്ടിലെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ടായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത്. സോണിയാഗാന്ധിയെ കല്യാണം കഴിച്ചതും മക്കളായിട്ടുള്ള രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയൊക്കെ ആയിട്ട് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതമാണ് ഈ ഒരു വീട്ടിൽ നയിച്ചിട്ടുണ്ടായിരുന്നത്. തൻ്റെ സഹോദരൻ സഞ്ജയ് ഒരു പ്ലെയിൻ ആക്സിഡൻറ്റിൽ മരണപ്പെട്ടതും തൻ്റെ അമ്മ ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചതും ഒക്കെ ഈ ഒരു വീട്ടിൽ ജീവിക്കുമ്പോൾ തന്നെ ആയിരുന്നു എന്നുള്ളതാണ് അവിടെ എഴുതിയിട്ടുള്ളത്. ഇതാണ് രാജീവ് ഗാന്ധിയുടെ ഭാര്യ സോണിയാഗാന്ധി. രാജീവ് ഗാന്ധി തന്നെ എടുത്ത ഫോട്ടോ ആണ്. പിന്നെ അവരുടെ ഒരു കല്യാണം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിലൂടെ ഇങ്ങനെ നോക്കി പോകുന്ന സമയത്ത് രാജീവ് ഗാന്ധിയുടെ ജീവിതം ഇങ്ങനെ ഒരു ചില്ലിനുള്ളിൽ ഒരു ഫോട്ടോ ഫ്രെയിമിൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അവരുടെ ഓരോ ജീവിതത്തിൽ ഓരോരോ ഭാഗങ്ങൾ, ഓരോരോ മൊമെന്റ്സ് എല്ലാം നമുക്ക് ഇങ്ങനെ കണ്ട് പോകാൻ പറ്റും. രാജീവ് ഗാന്ധി ഇങ്ങനെ പ്ലെയിനൊക്കെ ഓടിക്കാൻ വളരെ ഇഷ്ടമുള്ള ഒരാളായിരുന്നു. അങ്ങനെ പൈലറ്റൊക്കെ ആയി എന്നുള്ളതാണ് ആ ഫോട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ചെറുപ്പത്തെ ഫോട്ടോ രാജീവ് ഗാന്ധി ഇൻ ചൈൽഡ്ഹുഡൊക്കെ കാണുന്നുണ്ടാവും. കൗമാരം, ആ ഒരു അഡൾട്ട്ഹുഡൊക്കെ, ആ ഒരു ഓരോരോ എവല്യൂഷൻ ഓഫ് ഹിസ് ലൈഫ് വി ക്യാൻ സീ. പിന്നെ അത് ആ ഒരു പ്ലെയിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഒരു ഫോട്ടോ ആണുള്ളത്. പിന്നെ കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ പ്ലെയിൻ ഓടിക്കുന്നതുണ്ട്. പിന്നെ ആ ഒരു ക്യാപ്പ്, ഒരു പൈലറ്റിൻ്റെ ക്യാപ്പ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. രാജീവ് ഗാന്ധി ഉപയോഗിച്ചിരുന്ന കമ്പ്യൂട്ടർ. ആ ഒരു കാലത്ത് ഇങ്ങനെയൊക്കെയായിരുന്നു കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നത്. ഓക്കെ, പിന്നെ രാജീവ് ഗാന്ധിൻ്റെ ഒരു ഡ്രസ്സ് ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ ബാക്കിലൊരു ഫോട്ടോ ഫ്രെയിം. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ചെരുപ്പ്. ഇന്ദിരാഗാന്ധിയെ പോലെ തന്നെ മകൻ രാജീവ് ഗാന്ധിയും കൊല ചെയ്യപ്പെട്ടതാണ്. സൂസൈഡ് ബോംബിംഗ് അല്ലെങ്കിൽ ചാവേർ ആക്രമണത്തിലാണ് രാജീവ് ഗാന്ധി മരണപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ ഈ ഒരു ബോംബിങ്ങിൽ ബാക്കി വന്നത് രാജീവ് ഗാന്ധിൻ്റെ ഈ ഒരു ഡ്രസ്സും പിന്നെ ഷൂവും സോക്സും മാത്രമാണ്. എങ്ങനെയാണ് മരണപ്പെട്ടിട്ടുള്ളത് എന്നാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. മെയ് 21, 1991 10:20 മരിച്ചിട്ടുള്ളത്. സൂസൈഡ് ബോംബിംഗ് ആണ്, തമിഴ്നാട്ടിലുള്ള സ്ഥലത്താണ്. പിന്നെ ആ ഒരു എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത് ഇങ്ങനെ ഓർഡറിൽ കൊടുത്തിട്ടുണ്ട്. രാഹുൽ, പ്രിയങ്ക, രാജീവ് ഗാന്ധി, സോണിയ ഗാന്ധി. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൊമെൻ്റാണ് ഈ ഒരു പിക്ചറിൽ കാണുന്നത്. പിന്നെ സോണിയാഗാന്ധിയും രാജീവ് ഗാന്ധിയും തമ്മിലൊരു ഫോട്ടോ ഉണ്ട്. പിന്നെ രാജീവ് ഗാന്ധി ഉപയോഗിച്ചിട്ടുള്ള കണ്ണാടി, പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പെന്ന്, സീസേഴ്സ്, പെൻസില്, ഫെവിക്കോള്, സ്റ്റേപ്ലർ, അങ്ങനെ എല്ലാ കാര്യങ്ങളും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഈ ഒരു ബാഗാണ് 1991 മെയിൽ അവസാനമായിട്ട് ഒരു ഇലക്ഷൻ ക്യാമ്പയിനിൽ പോയപ്പോൾ അദ്ദേഹം എടുത്തിട്ടുള്ള ബാഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഇന്ത്യയിൽ തന്നെ വളരെ യങ്ങസ്റ്റ് ആയിട്ടുള്ളൊരു പ്രൈം മിനിസ്റ്റർ എന്ന് കൂടി പറയുന്നത് രാജീവ് ഗാന്ധിയാണ്. 40ാമത്തെ വയസ്സിലാണ് അദ്ദേഹം പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ളത്. രാജീവ് ഗാന്ധി പൊതുജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഇറങ്ങിപ്പോയി സംസാരിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും അങ്ങനത്തെ കുറച്ച് ഫോട്ടോസൊക്കെ കാണാൻ പറ്റും. പിന്നെ അദ്ദേഹത്തിന് ലഭിച്ച ഭാരത് രത്നയാണിത്. 1991 അത് ലഭിച്ചിട്ടുള്ളത്. ഈ ഒരു ഫോട്ടോയിൽ രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധിയുടെ മരണാനന്തര ചടങ്ങുകളൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മ്യൂസിയം ഇത്രയൊക്കെ ഉള്ളൂ, കഴിഞ്ഞു എന്ന് വിചാരിക്കും. ഇല്ല, ഇനിയാണ് മെയിനായിട്ട് ഇന്ദിരാഗാന്ധി മരിച്ച വീണ സ്ഥലമൊക്കെ ഉള്ളത്. ഇനി അതൊക്കെ നമ്മൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. രാജീവ് സെക്ഷനിൽ നിന്ന് പുറത്തോട്ട് വരികയാണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗാർഡൻ ഉണ്ട്. അതിലിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഈ പുല്ലുമ്മ ചവിട്ടരുത് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ പക്ഷികളും അണ്ണാനും ഒക്കെ ഉണ്ടായിരുന്നു ആ പുല്ലുമ്മേല്. പിന്നെ അവിടെ നിന്ന് സ്ട്രെയിറ്റ് പോവുകയാണെങ്കിൽ നമുക്ക് ഇന്ദിരാഗാന്ധിയുടെ ബെഡ്റൂമും അതുപോലെ തന്നെ പൂജാ റൂമും കാണാൻ പറ്റും. ബെഡ്റൂമിൻ്റെ അടുത്ത് തന്നെയാണ് പൂജാ റൂം ഉള്ളത്.
നമ്മൾ കുറച്ച് മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നില്ല ഡ്രസ്സിംഗ് റൂം അതുപോലെ തന്നെ സ്റ്റഡി റൂം അതുപോലെ തന്നെയായിരുന്നു ഒരു പ്രൊട്ടക്റ്റീവ് ഗ്ലാസ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ത് രസാലേ. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഇന്ദിരാഗാന്ധിയുടെ ഏതൊരു റൂം എടുത്താലും അതിൽ പുസ്തകങ്ങളുടെ ഒരു ഷെൽഫ് ഉണ്ടാവും. അത്രയ്ക്കും ബുക്കിനോട് വളരെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ പൂജാ റൂം കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എല്ലാ മതത്തെയും ഈക്വൽ ആയിട്ട് റെസ്പെക്ട് ചെയ്തൊരു വ്യക്തി കൂടിയായിരുന്നു. ഇനി ഈ ഒരു പൂജാമുറിയിൽ ഭഗവത്ഗീത, ഖുർആന്, ബൈബിള്, പിന്നെ മാത്രമല്ല രാജ്യത്ത് നിന്ന് വരുന്ന വിവിധ മതവിശ്വാസികൾ കൊടുത്ത സാധനങ്ങളൊക്കെ വളരെ സൂക്ഷ്മമായി തന്നെ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ അടുത്തൊരു റൂമിലേക്ക് പോയി എന്ന് വെച്ചാൽ ബെഡ്റൂമിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതായത് നമ്മൾ കുറച്ച് ഭാഗമല്ലേ കണ്ടുള്ളൂ, അതിൻ്റെ ബാക്കിയുള്ള ഭാഗം കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ നിങ്ങളൊരു ശരിക്കൊരു ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ആ സ്റ്റഡി റൂം അങ്ങനെ പറഞ്ഞില്ലേ, ആ സ്റ്റഡി റൂമിൽ നിന്ന് സ്ട്രെയിറ്റ് നോക്കിയാൽ ആ ഒരു അറ്റം എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ്. പിന്നെ അടുത്തതായിട്ട് പോകുമ്പോൾ നമുക്ക് ഡ്രോയിങ് റൂം കാണാൻ പറ്റും. ഡ്രോയിങ് റൂം എന്ന് പറഞ്ഞാൽ ഈ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ ഈ മുറിയിലാണ് ക്ഷണിച്ചിരുത്തൽ. ഗസ്റ്റുകൾ എന്നൊക്കെ പറയുമ്പോൾ ലോകത്ത് നിന്ന് വരുന്ന പൊളിറ്റിക്കൽ ലീഡേഴ്സ്, പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഓരോ ഹെഡ്സ്, മാത്രമല്ല ഇവരുടെ കുടുംബത്തിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ബർത്ത്ഡേ പാർട്ടീസോ അല്ലെങ്കിൽ വലിയ സെലിബ്രേഷൻസ് ഒക്കെ വരികയാണെങ്കിൽ ഈ റൂമിൽ തന്നെ ആയിരിക്കും ആ ഒരു ഇവൻറ്റ്സ് കാര്യങ്ങളൊക്കെ നടക്കൽ. നല്ല രസമുണ്ടല്ലോ ഇന്ദിരാഗാന്ധിൻ്റെ ആ ഒരു എസ്തെറ്റിക് സെൻസ്, ആ ഒരു കളർ സെൻസ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു റൂമിൽ കാണാൻ പറ്റും. നിങ്ങൾക്ക് വേറൊരു കാര്യം അറിയോ, ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയിലത്തെ തന്നെ ആദ്യത്തെയും അതുപോലെ തന്നെ ഇതുവരെയുള്ള ഒരു ഫീമെയിൽ ആയിട്ടുള്ള ഒരു പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത്. ഇന്ദിരാഗാന്ധിക്ക് ശേഷം വേറെ ഒരു സ്ത്രീയും ഈ രാജ്യം ഭരിച്ചിട്ടില്ല. അവർക്ക് കിട്ടിയ അവാർഡ്സും അവർ പോയ രാജ്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ശരിക്കും ഒരു സാധാരണ ഒരു വനിതയായി തോന്നുന്നില്ല. അത്രയ്ക്കും നോളേജുള്ള ഒരു പ്രൈം മിനിസ്റ്റർ ആവാനുള്ളത് ഉണ്ട് കേട്ടോ എന്ന് നമുക്ക് തോന്നിപ്പോവും. ഇതാണ് അവരുടെ ഒരു ഡൈനിങ് ഏരിയ എന്ന് പറയുന്നത്. വളരെ തിരക്കേറിയ രാഷ്ട്രീയ ജീവിതത്തിലും കുടുംബത്തോടൊപ്പം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ടൈം ഇന്ദിരാഗാന്ധി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധി സന്ദർശിച്ച രാജ്യങ്ങളുടെ കഥയും കണ്ട വിചിത്രമായ മനുഷ്യന്മാരുടെ കഥയൊക്കെ ഇങ്ങനെ കുടുംബത്തോടൊത്ത് ഇങ്ങനെ ഷെയർ ചെയ്യുന്നത് ഈ ഒരു ടേബിളിലൊക്കെ ഇരുന്നിട്ടാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ നിങ്ങൾക്ക് പിന്നെയും കാണാൻ പറ്റും ഇന്ദിരാഗാന്ധി മരിച്ച ആ സമയത്ത് ഇട്ടിരുന്ന ഒരു സാരി, ബാഗും ചെരുപ്പും, ആ ഒരു ചോരക്കറി ഇപ്പോഴും ആ സാരിയിലുണ്ട് എന്നുള്ളതാണ്. ഏകദേശം ആ ഒരു മ്യൂസിയം എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നമ്മൾ പുറത്തേക്ക് പോവുകയാണെങ്കിൽ അവർ ഇറങ്ങുന്ന സമയത്ത് ഇന്ദിരാഗാന്ധിയാണ് ആ റൗണ്ട് ചെയ്തിട്ടുള്ളത്. ബാക്കി കുറച്ച് സ്ത്രീകളോടൊപ്പം രവീന്ദ്രനാഥ് ടാഗോറാണ് സെൻറ്ററിൽ ഇരിക്കുന്നത്. ആ ഒരു ഫോട്ടോ ഫ്രെയിം ഇങ്ങനെ വലിയ രീതിക്ക് ഇങ്ങനെ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി മുന്നോട്ട് നടക്കാന്നുണ്ടെങ്കിൽ ഇന്ദിരാഗാന്ധി കുറച്ച് സ്ത്രീകളോടൊപ്പം, അതായത് ഒരു കൾച്ചറൽ വേഷം ധരിച്ച സ്ത്രീകളോടൊപ്പം ഒരു നൃത്തം ചെയ്യുന്ന ഒരു ഫോട്ടോ ആണ്. ഇനിയാണ് നമ്മളുടെ മെയിൻ പാർട്ട് ഓഫ് മ്യൂസിയത്തിലോട്ട് പോകുന്നത്, അതായത് ഇന്ദിരാഗാന്ധി വെടിയേറ്റ് വീണ സ്ഥലം. അതിനി നമുക്ക് കാണാം. എല്ലാ ദിവസവും അക്ബർ റോഡ് 1 ഇങ്ങനെ നടക്കുന്ന ഒരു ശീലമുണ്ട് ഇന്ദിരാഗാന്ധി. അവിടെ നിന്ന് തന്നെ ഇന്ത്യയിൽ നിന്നും പല ഭാഗത്തു നിന്ന് വരുന്ന ജനങ്ങളെ കാണലുണ്ടായിരുന്നു. എല്ലാ ദിവസത്തെയും പോലെ ഒക്ടോബർ 31, 1984 ഇന്ദിരാഗാന്ധി ഈ ഒരു വഴി, ഇപ്പം ഞങ്ങൾ നടക്കുന്ന ഒരു വഴിയുണ്ടല്ലോ, ഒരു 9:15 സമയമാകുമ്പോൾ ഈ സെയിം വഴിയിലൂടെ ഇങ്ങനെ ഇന്ദിരാഗാന്ധി നടക്കുന്ന സമയത്താണ് ആ ഒരു സംഭവം ഉണ്ടായത്. ഇപ്പം നമ്മൾ നടക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് ഒരു വഴി കണ്ടില്ലേ, അതിലൂടെയാണ് ഇന്ദിരാഗാന്ധി അവസാനമായി നടന്നു പോയിട്ടുള്ളത്. ഇതിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇന്ദിരാഗാന്ധി അവസാനമായി നടന്ന കുറച്ച് ഭാഗങ്ങളിൽ ക്രിസ്റ്റൽ വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇന്ദിരാഗാന്ധി കറക്റ്റ് മരിച്ചു വീണ സ്ഥലത്ത് ഗ്ലാസും കൊണ്ടാണ് കവർ ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് അപ്പുറത്തുനിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി വൃത്തിയായിട്ട് കാണാൻ പറ്റും. ചുറ്റുപാടാണെങ്കിലും ഗാർഡൻ ആണെങ്കിലും കുറച്ചധികം ഉണ്ട് കേട്ടോ, നല്ല വിശാലമായ വീട്. ഈ ഒരു മുറി എന്ന് പറയുന്നത് ഒരു സെമിനാർ ഹാള് പോലൊരു സെറ്റപ്പ് ഉണ്ട്. ലൈക്ക് ഒരു പ്രൊജക്ടർ ഉണ്ടായിരുന്നു, ഇങ്ങനെ കുറച്ച് പേർക്ക് ഇരിക്കാനുള്ള കുറച്ച് സീറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ നടക്കുന്ന വഴിയൊക്കെ ഇന്ദിരാഗാന്ധിൻ്റെ ഓരോരോ ചിത്രങ്ങൾ ഇങ്ങനെ വലുതാക്കിയിട്ട് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ചുമരിൽ. ഇനിയാണ് ശരിക്കും നമ്മൾ ഇന്ദിരാഗാന്ധി മരിച്ചു വീണ ഒരു സ്ഥലത്തോട്ട് പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇന്ദിരാഗാന്ധി വെടിയേറ്റിട്ടാണ് മരിച്ചിട്ടുള്ളത്. ആരാണ് വെടിവെച്ചത്? സ്വന്തം ബോഡി ഗാർഡ്സ്. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ആട്ടോ അതിന് കാരണം. 2 സിഖുകാരാണ് ഇത് ചെയ്തിട്ടുള്ളത്. 33 വെടിയുണ്ടകളാണ് അവർ വെച്ചിട്ടുള്ളത്. അതിൽ 30 ബോഡിയിൽ സ്റ്റെക്ക് ആയിട്ടുള്ളത്. എന്തായാലും ഇന്ദിരാഗാന്ധി സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല സ്വന്തം ബോഡി ഗാർഡ്സ് തന്നെ ഇങ്ങനെ ചതിക്കുമെന്നുള്ളത്. ഈ ഗ്ലാസ് വെച്ച് കവർ ചെയ്തിട്ടുള്ള ഭാഗമാട്ടോ കറക്റ്റായിട്ട് ഇന്ദിരാഗാന്ധി മരിച്ചു വീണിട്ടുള്ളത്. കാണുന്നില്ലേ, അതാ വഴിയിലൂടെ ഇങ്ങനെ ഇതിലൂടെ നടന്നു വരുന്ന സമയത്താണ് ഇന്ദിരാഗാന്ധിയെ വെടിവെച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ദിരാഗാന്ധി അവസാനമായി നടന്നു വന്നൊരു സ്ഥലം എന്ന് പറയുന്നത് ഇതാണ്. അവിടെ നിന്ന് നമ്മൾ ചുറ്റും നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ ഇതൊക്കെയാണ്. കുറച്ചധികം ഗാർഡൻസ് ഉണ്ട്, മരങ്ങളൊക്കെ ഉണ്ട്. ഇതിലൂടെയൊക്കെയാണ് ഇന്ദിരാഗാന്ധി ഇങ്ങനെ നടന്ന് പോകല്. രാവിലെ പോകുന്ന വഴി നടുഭാഗം തൊലിവായ ഒരു സിംഹത്തിന്റെ പ്രതിമ കാണാം. സിംഹത്തിന്റെ സംരക്ഷണത്തിനെ പറ്റിയിട്ട് ഇന്ദിരാഗാന്ധി കാണിച്ച ഒരു ഇമ്പോർട്ടൻസ് ഒക്കെ അതിനെ കുറിച്ചിട്ടൊക്കെയാണിത് സിംബലൈസ് ചെയ്യുന്നത്. മ്യൂസിയത്തിന്റെ ഉള്ളിൽ തന്നെ വെള്ളം കുടിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒരു
അടിപൊളി ഫോട്ടോ കണ്ടിട്ടുണ്ടായിരുന്നേ. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം പവർ അവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത്. മരണപ്പെട്ടാലും ഇത്രയും മനുഷ്യന്മാരുടെ മനസ്സിൽ ഇപ്പോഴും ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി നമ്മൾ പോകുന്നത് ഇന്ദിരാഗാന്ധിയുടെ മെമ്മോറിയൽ ട്രസ്റ്റിലോട്ടാണ്. അവിടെ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അവിടെ ടീഷർട്ട് ഉണ്ടായിരുന്നു, ക്യാപ്പ് ഉണ്ടായിരുന്നു, പോസ്റ്റ് കാർഡ്സ് ഉണ്ടായിരുന്നു, ഫ്രെയിംസ് ഉണ്ടായിരുന്നു, പെൻ ഉണ്ടായിരുന്നു, ഡയറി ഉണ്ടായിരുന്നു, അങ്ങനെ കുറച്ചധികം കാര്യങ്ങളുണ്ടായിരുന്നു. നമുക്ക് എന്ത് വേണമെങ്കിലും മേടിക്കാം. അപ്പോൾ നമ്മൾ പോസ്റ്റ് കാർഡ് മേടിക്കാമെന്ന് തീരുമാനിച്ചു. 10 രൂപയാട്ടോ ഒരു പോസ്റ്റ് കാർഡിന് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത്. അങ്ങനെ പോസ്റ്റ് കാർഡൊക്കെ മേടിച്ച് നമ്മൾ അവിടെ നിന്ന് പോവാണ്. ഇനി അടുത്തത് നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് രാജ്ഘട്ടാണ്. മഹാത്മാഗാന്ധിന്റെയും രാജീവ് ഗാന്ധിന്റെയും ഒക്കെ സമാധി അവിടെയാണ് ഉള്ളത്. ഊബറിലാണ് നമ്മൾ പോകുന്നത്. 158 റുപ്പീസാണ് വന്നിട്ടുള്ളത്. ഇങ്ങോട്ട് വരുമ്പോൾ ഓട്ടോയിൽ തിക്കും തിരക്കൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. തിരിച്ചു പോകുമ്പോൾ ഊബറിൽ കുറച്ച് വിശാലമായിട്ടാണ് പോകുന്നത്. പോകുന്ന വഴി ഇങ്ങനെ ഇന്ത്യ ഗേറ്റ് ഒക്കെ കണ്ടിട്ടാണ് പോയിട്ടുള്ളത്. ഓവർ വെയിലില്ലാത്തത് കൊണ്ട് ക്ലൈമറ്റ് നല്ല രസം ഉണ്ടായിരുന്നേ. പിന്നെ പോകുന്ന വഴി ഇങ്ങനെ കുറെ വാളോട്ട്സ് ഒക്കെ കാണാം ഡൽഹിയിൽ. രാജ്ഘട്ട് എത്താനായി. ഇതാണ് പുറമേ നിന്നുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും, രാജ്ഘട്ട് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എൻട്രൻസ് എത്തിയിരിക്കുകയാണ്. അത്രയ്ക്ക് തിരക്കൊന്നുമില്ല. പിന്നെ ഇവിടെ എൻട്രൻസ് ഫീസ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇന്ദിരാഗാന്ധി മ്യൂസിയം പോലെ തന്നെയാണ് ഇവിടെയും എൻട്രൻസ് ഫീസ് ഒന്നും ഇല്ല. ഫ്രീ എൻട്രി ആണ്. ജസ്റ്റ് ഒരു ചെക്കിംഗ് റൂമിലൂടെ പാസ് ചെയ്യുക. ഇവിടെ പ്രധാനമായിട്ട് നമുക്ക് കാണാനുള്ളത് വീർഭൂമി, രാജ്ഘട്ട്, കിസാൻഘട്ട്, അതുപോലെ തന്നെ സമാധി ഓഫ് ചരൺ സിംഗ്. കയറിയത് നമ്മൾ മഹാത്മാഗാന്ധിന്റെ സമാധിയിലോട്ടാണ് പോകുന്നുണ്ടാവുക. മഹാത്മാഗാന്ധിനെ കുറിച്ച് ഷോർട്ടായിട്ട് ഒരു ഇൻട്രോ അവിടെ കൊടുത്തിട്ടുണ്ട്. ഫുൾ നെയിം കൊടുത്തിട്ടുണ്ട്, ഏത് വർഷമാണ് ജനിച്ചിട്ടുള്ളത്, എവിടെയാണ് ജനിച്ചിട്ടുള്ളത്, എവിടെയൊക്കെ പഠിച്ചിട്ടുള്ളത്, ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല മഹാത്മാഗാന്ധിന്റെ സമാധിനെ കുറിച്ചിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മഹാത്മാഗാന്ധിയുടെ ശരീരം 1948 ജാനുവരി 31 രാജ്ഘട്ട് എന്ന് പറയുന്ന ഓൾഡ് ഡൽഹിയിലുള്ള ഒരു റിവർ ബാങ്കിന്റെ അവിടെയാണ് ദഹിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ രാജ്ഘട്ട് എന്നുള്ള പേര് വന്നിട്ടുള്ളത്. ഇവിടെ ഒരു വലിയ ഗാർഡൻ ഉണ്ട്. ഇപ്പം നമുക്ക് പുല്ലിലാണെങ്കിലും കുറേ ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നതും ഓടിക്കളിക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. കൂടുതൽ വെയിലൊന്നും ഇല്ലാത്തത് കൊണ്ട് പുല്ലിലൊക്കെ ഇങ്ങനെ ഇരിക്കാനും സുഖമാണ്. കുറേ ഫോറിനേഴ്സും വന്നിട്ടുണ്ടായിരുന്നു രാജ്ഘട്ട് കാണാനായിട്ട്. എൻട്രൻസിൽ നിന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് നടന്നാൽ മതി കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അവിടെ ചെരുപ്പ് ഊരി വെക്കണം. ഫ്രീ സർവീസ് അറ്റ് യുവർ ഓൺ റിസ്ക് എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ചെരുപ്പ് പോയാൽ അവർ ഉത്തരവാദികളല്ല എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു കേവ് പോലെ ഒരു സ്ഥലത്തിൽ കൂടി ഇങ്ങനെ നമ്മൾ നടന്നു പോകണം. അത് കഴിഞ്ഞതും സ്ട്രെയിറ്റ് നമ്മൾ മഹാത്മാഗാന്ധിന്റെ സമാധിയിലോട്ടാണ് എത്തുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, ഓപ്പൺ ടു സ്കൈ ആണ്. ആ ഒരു ഗ്രൗണ്ടിന്റെ സെന്ററിലാണ് മഹാത്മാഗാന്ധി സമാധി ഉള്ളത്. ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടാവും എന്ന് വിചാരിച്ചു. പക്ഷെ അത്രയ്ക്ക് റഷ് ഒന്നും ഉണ്ടായിരുന്നില്ല. നാഥുറാം ഗോഡ്സെ മഹാത്മാഗാന്ധിനെ വെടിവെച്ച സമയത്ത് അവസാനമായിട്ട് മഹാത്മാഗാന്ധി പറഞ്ഞത് ഹേ റാം എന്നാണ്. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു തീ ഇങ്ങനെ കത്തുന്നുണ്ടായിരുന്നു. പിന്നെ പൂക്ക കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് മേലെന്ന് താഴത്തോട്ട് നോക്കുമ്പോൾ ഉള്ള ഒരു വ്യൂ കാണാൻ വേണ്ടി ജസ്റ്റ് കയറി നോക്കി. 4 ഭാഗത്തുനിന്ന് മഹാത്മാഗാന്ധിയുടെ സമാധി കാണാനുള്ള ഒരു എൻട്രൻസ് ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് വേറൊരു സ്പെഷ്യാലിറ്റി ആയിട്ട് ഈ ഒരു സ്ട്രക്ചറിൽ തോന്നിയിട്ടുള്ളത്. പിന്നെ ചുറ്റും പൂക്കളും ചെടികളൊക്കെ കൊണ്ട് നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് വീർഭൂമിയിലോട്ടാണ്. രാജീവ് ഗാന്ധിയുടെ സമാധി ഇവിടെയാണ് ഉള്ളത്. കുറച്ച് മുമ്പ് ഇന്ദിരാഗാന്ധി മ്യൂസിയത്തിലോട്ട് പോകുമ്പോൾ രാജീവ് ഗാന്ധിൻ്റെ ജീവിതമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനിയിപ്പോൾ ഈ ഒരു സമാധി കൂടി കണ്ട ആ ഒരു പൂർണ്ണത ലഭിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതാ കാണുന്നതാട്ടോ രാജീവ് ഗാന്ധിയുടെ സമാധി എന്ന് പറയുന്നത്. കുറച്ചുകൂടി കൺസ്ട്രക്ഷൻസ് ഒക്കെ ഇനി ബാക്കിയുണ്ടെന്ന് തോന്നുന്നുണ്ട്. അവർ ഇനിയും കുറച്ചും കൂടി കാര്യങ്ങൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. രാജീവ് ഗാന്ധി പറഞ്ഞ ചില വരികൾ പല പല ഭാഷകളിലായിട്ട് ഇവിടെ അങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മലയാളം കാണാൻ സാധിക്കും. അതുപോലെ തമിഴ്, ഇംഗ്ലീഷ്, ഹിന്ദി, സാൻസ്ക്രിറ്റ്, അങ്ങനെ പല ഭാഷകളിലുണ്ട്. ഇനിയുള്ളതാണ് കിസാൻഘട്ട്, അതായത് സമാധി ഓഫ് ചരൺ സിംഗ്, ഫോർമർ PM ഓഫ് ഇന്ത്യ. ആ പോകുന്ന വഴിയൊക്കെ കുറച്ച് റോഡൊന്നും പ്രോപ്പർ അല്ല. ഇനിയും അവിടെ എന്തൊക്കെയോ കൺസ്ട്രക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ദൂരെ നിന്ന് കാണാൻ സാധിക്കും. സോ ഇത്രയേ ഉള്ളൂ. കുറച്ച് ലോങ് വ്ലോഗാന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ക്ഷമയോടെ ഇരുന്ന് കാണണം. വിസിറ്റൊക്കെ കഴിഞ്ഞ് നമുക്ക് നല്ല രീതിക്ക് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒക്ല ഹെഡിലുള്ള FKC എന്ന് പറഞ്ഞൊരു ഫുഡ് സ്പോട്ടിൽ കയറിയിരിക്കുകയാണ്. നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള തന്തൂരി ഗ്രേവി ചിക്കൻ മോമോസ് ആണിത്. നിങ്ങളും ട്രൈ ചെയ്യണം, മസ്റ്റ് ട്രൈ ചെയ്യണം. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. പിന്നെ ഗ്രേവിയൊക്കെ ഉള്ളതുകൊണ്ട് റുമാലി റൊട്ടീൻ്റെ ഒപ്പം കഴിച്ച സംഗതി നല്ല ഉഷാറായിരിക്കും. പിന്നെ ഇതൊക്കെ കഴിച്ചപ്പോൾ ദാഹിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ഷേക്ക് കുടിച്ച് പിന്നെ ആ ദിവസം പ്രൊട്ടസ്റ്റ് ഉണ്ടായിരുന്നു. അതിനാണ് ഇപ്പോൾ പോലീസൊക്കെ വന്നിട്ടുള്ളത്. നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും കൊൽക്കത്ത റേപ്പ് കേസ്. വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിനായിരിക്കെങ്കിലൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇനി ഇങ്ങനത്തെ ഇൻഫർമേറ്റീവ് വീഡിയോസിനായിട്ട് ജസ്റ്റ് തഷിങ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ജസ്റ്റ് തഷിങ്.